നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി പേളി മാണിക്ക് എതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് താരം സ്വീകരിച്ച നിലപാട് തന്നെയായിരുന്നു ഇതിന് കാരണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിലായിരുന്നു വിഷയത്തിൽ പേളി മാണി സ്വീകരിച്ചിരുന്നത്. എന്നാൽ പേളിയുടെ ഈ നയതന്ത്ര രീതിയിലുള്ള പോസ്റ്റിനെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നത്. താരത്തെ വിമർശിച്ചതിൽ ഒരാൾ സംവിധായകൻ സിബി മലയലിന്റെ മകൻ ജോയ് സിബി മലയലായിരുന്നു. പേളി വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് ജോയ് ഇട്ട പോസ്റ്റിൽ പ്രകോപിതയായി താരം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സ്റ്റോറിയിലാണ് ജോയിയെയും പിതാവിനെയും മലയാള സിനിമയിലെ പേരുകേട്ട സംവിധായകരിൽ ഒരാളുമായ സിബി മലയലിനെ പരിഹസിച്ച രീതിയിൽ പേളിയുടെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പേളി മണി സിബി മലയലിനെ വിശേഷിപ്പിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തുവരുന്ന വാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത്. ഹേയ് മമ്മ ബേയർ, ആ പരാജയപ്പെട്ട സിനിമാ സംവിധായകൻ എന്റെ അച്ഛനാണ്. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി സംസാരിക്കൂ. 7 സ്ലൈഡുകൾ വായിക്കുവാൻ പോലും മടിയാണോ? 5.7 മില്യൺ ഫോളോവേഴ്സിനോട് നിങ്ങളുടെ പകുതി വേവിച്ച നയതന്ത്ര പ്രസംഗം മുഴുവനും വായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങൾ 7 സ്ലൈഡുകൾ വായിക്കുന്നത് എത്ര വലിയ ബുദ്ധിമുട്ടായോ? നിങ്ങൾ ഇത് വ്യക്തിപരമായ തലത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് പറയുകയാണ്. എന്നാൽ ഇനി കളി തുടങ്ങട്ടെ. ആ പരാജയപ്പെട്ട സിനിമാ സംവിധായകൻ നട്ടലില്ലാത്ത ഒരു മകനെ വളർത്തിയിട്ടില്ല. എന്നാൽ നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയിട്ടുള്ളത്. PS അദ്ദേഹത്തിന്റെ പേര് സിബി മലയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് സിബി മലയിലാണ്. ഇനി മുന്നോട്ട് വരൂ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യൂ എന്നാണ് പേളി കുറിച്ചത്. സിബി മലയിലിനെ പരിഹസിച്ചുള്ള പ്രതികരണം പേളിയുടെ ഭാഗത്ത് നിന്ന് വന്നുവെന്ന തരത്തിൽ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയ ഇളകുകയായിരുന്നു. താൻ ചെയ്തതിന്റെ പ്രത്യാഘാതം എത്രയായിരിക്കുമെന്ന് തിരിച്ചറിവ് വന്നതുകൊണ്ടാവണം പേളി തന്നെ ഈ സ്റ്റോറി പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ജോയ് സിബി മലയിൽ പേളിയുടെ പ്രതികരണത്തിന്റെ സ്ക്രീൻഷോട്ട് സ്വന്തം അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പേളി ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രേക്ഷകരിൽ പലരും പ്രതികരണമായി ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിബി മലയിൽ ഒരു ഫേമസ് ഫിലിം മേക്കറാണെന്ന് പേളി മറന്നുപോയി. പേളിക്ക് പിള്ളേരെയും കളിപ്പിച്ച് ഇന്റർവ്യൂവും എടുത്ത് ക്യൂട്ട്നെസ്സും കാണിച്ച് ഇരുന്നാൽ പോരെ. ഇതിപ്പോ ഇടം വലം തിരിയുവാൻ പറ്റാത്ത തരത്തിൽ വിമർശനവും പരിഹാസവും ലഭിക്കുന്ന തലത്തിൽ ആയി കാര്യങ്ങൾ. ഒറിജിനൽ നിലവാരം എക്സ്പോസ്ഡ് ആയി എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. കാര്യം പേളിയുടെ ഷോ മൊത്തം ചീപ്പ് PR പരിപാടിയാണെങ്കിലും ഇമാതിരി ഒരാളാണ് പേളി എന്ന് കരുതിയിരുന്നില്ല. വെറുപ്പ് എന്നത് അറപ്പായി മാറി. 3 ദേശീയ അവാർഡും 5 സംസ്ഥാന അവാർഡും നേടിയ സിബി മലയിലിനെ ഒരേ സമയം ക്രിട്ടിക്കലി അക്ലമേഡ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് തൂക്കിയതുമായ പടങ്ങൾ ചെയ്തിട്ടുള്ള സിബി മലയിലിനെ സദയവും തനിയാവർത്തനവും ഭരതവും കമലദളവും ആകാശദൂതും കിരീടവും ചെയ്ത സംവിധായകനെ, ഹിസൈനസ് അബ്ദുള്ളയും ആഗസ്റ്റ് 1 സമ്മറിൻ ബെത്ലഹേമും ദശരഥവും പ്രണയവർണ്ണങ്ങളും ചെയ്ത സംവിധായകനെ, സിബി മലയിലിന്റെ ലെഗസിയുടെ രോമത്തിൽ തൊടാൻ ബിഗ് ബോസ് അവതാരത്തിന് അവരുടെ 10 തലമുറയുടെ കണക്കെടുക്കാൻ കഴിയില്ല. ഇനി കിട്ടുന്നതെല്ലാം വാങ്ങി വെക്കൂ എന്ന തരത്തിലായിരുന്നു പേളിക്ക് എതിരെ ഉയർന്നു വന്ന പ്രധാന വിമർശനങ്ങളെല്ലാം. പേളിയുടെ കാര്യത്തിൽ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്ന് പലരും പലപ്പോഴും കുറിച്ചിട്ടുള്ള കാര്യമാണ്. സർട്ടിഫൈഡ് ഫേക്ക് ആണെന്നും പേളിയെ ചില പ്രേക്ഷകർ വിമർശിക്കുന്നുണ്ട്. അതേസമയം സ്വന്തം നിലനിൽപ്പ് നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങിയ രഞ്ജിനി ഹരിദാസിനെ അഭിനന്ദിച്ച് നിരവധി പേർ എത്തുന്നുമുണ്ട്. ഒപ്പം പേളിയുമായി ബിഗ് ബോസിൽ വെച്ച് രഞ്ജിനി നടത്തിയ വാഗ്വാദത്തിന്റെ വീഡിയോ വീണ്ടും പ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പേളി ഫേക്ക് ആണെന്ന് വിളിച്ചു പറഞ്ഞത് മുഖംമൂടി വലിച്ചു കീറാൻ ശ്രമിച്ച ഒരേ ഒരാൾ രഞ്ജിനിയായിരുന്നു. പേളിയോട് ഇന്ന് പറയുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രഞ്ജിനി ഹരിദാസ് അന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പേളിയെ എതിർക്കുന്നവർ കുറിച്ചിരിക്കുന്നത്. അന്നും ഇന്നും രഞ്ജിനി ഹരിദാസിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പിന്തുണയ്ക്കുന്നവരും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതിനേക്കാൾ പേളി മൗനമായി തന്നെ ഇരിക്കുന്നതായിരുന്നു ഏറെ നല്ലത് എന്ന് കുറിക്കുന്നവരും പലരുമുണ്ട്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, സേഫ് ഗെയിം കളിക്കുകയാണോ എന്ന് ചോദിച്ചതേയുള്ളൂ. അപ്പോഴേക്കും പേളി തങ്ങളെ ബ്ലോക്ക് ചെയ്തു എന്ന് കുറിച്ചവരുമുണ്ട്. കൃഷ്ണകുമാറിന്റെ കുടുംബവും പേളി മാണിയുമൊക്കെ ഒരേ വള്ളത്തിലെ യാത്രക്കാരാണെന്നും ചിലർ കുറിക്കുന്നുണ്ട്. അതേസമയം ബിഗ് ബോസിന് ശേഷം പേളിയും രഞ്ജിനി ഹരിദാസും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീണിരുന്നു. പിന്നീട് എവിടെയും ഇരുവരെയും ഒരുമിച്ച് ആരും തന്നെ കണ്ടിട്ടുമില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനായി രഞ്ജിനി ഹരിദാസിനൊപ്പം ജാൻമണി ദാസും ഡൽഹിയിൽ പോയിരുന്നു. മാത്രമല്ല പോലീസും ഭരണകൂടവും വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്ന ക്രൂരതകളെ കുറിച്ച് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ അക്രമ സംഭവത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണമെന്നും ജീവനാണ് പ്രധാനം എന്നുമായിരുന്നു പേളി മാണി വ്യക്തമാക്കിയത്. പേളി മാണി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു:
സമരത്തിന്റെ മൂല്യം ആക്രമണം മൂലം നഷ്ടപ്പെടരുതെന്നും സമാധാനപരമായ പ്രതിഷേധമാണ് ആവശ്യമെന്നുമാണ് പേളിമാണി കുറിച്ചത്. അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്നത് ബലഹീനതയല്ല, വളർച്ചയായിട്ടാണ് എന്നുമായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ താരത്തിന്റെ നിലപാട് നിശ്ചിതമായ നടപടികളാണെന്നും വിഷയത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കലാണെന്നും ആരോപിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്.